നമസ്കാരം, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. CC ഓണം നല്ലോണം പഠിച്ചോണം. നമ്മുടെ സെറ്റ് മലയാളം എക്സാം ഒക്കെ ഒന്ന് മാറ്റി വെച്ചു, കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇനി എക്സാം ഉള്ളൂ എന്നൊക്കെ ഉള്ള സന്തോഷത്തിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത് അല്ലേ. പക്ഷെ നമുക്കറിയാം, നമ്മൾ കുറേ നാൾ കഷ്ടപ്പെട്ട് കുറേ കാലം എടുത്ത് പഠിച്ചൊരു എക്സാമാണ് സെറ്റ്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് എക്സാം മാറ്റി വെച്ചപ്പോൾ കുറേ പേർക്ക് അതിൽ സങ്കടം ഉണ്ടായി. ഞങ്ങൾ പഠിച്ചതൊക്കെ മറന്നു പോകുമെന്ന് കുറേ പേര് സങ്കടം പറഞ്ഞു അല്ലെ. ഇനി പഠിക്കാനുള്ളവർക്ക് കുറച്ച് പേർക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കാര്യം നമുക്ക് നന്നായിട്ട് പഠിക്കാൻ ഒരു സമയമാണ് കിട്ടിയത്. ചെറിയ സമയമൊന്നും അല്ല, നമുക്കറിയാം അല്ലേ. ഇപ്പൊ ഏകദേശം ഓഗസ്റ്റിന്റെ പകുതിയായി, ഇനിയും നമുക്ക് ഏകദേശം ഒരു മാസമാണ് ഉള്ളത് പഠിക്കാൻ. അപ്പൊ അതൊരു വലിയ കാലയളവാണ്, ഒരു മാസത്തിലധികം തന്നെയുണ്ട്. പക്ഷേ ഈ ഒരു മാസം കൃത്യമായി പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് സെറ്റ് മലയാളം പരീക്ഷ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. അത് ചിലപ്പോൾ ഈ അപേക്ഷിച്ചിട്ടും ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്തവരുണ്ടാവും, പഠിച്ചതൊക്കെ ഒന്ന് ഏകദേശം മറന്നു റിവൈസ് ചെയ്യാത്തവരുണ്ടാവും, കൃത്യമായി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് കൂടുതൽ പ്രാധാന്യമുള്ള പോയിന്റ്സിലേക്ക് പെട്ടെന്ന് ഇനി റിവിഷൻ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ റെഡിയാക്കുന്നുണ്ട്. സെറ്റ് മലയാളം പരീക്ഷ എങ്ങനെ 30 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് 20-ാം തീയതി സെപ്റ്റംബർ 20-ന് വരുന്ന എക്സാമിന് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ ഒരു നീണ്ട നിര സെറ്റ് മലയാളം അല്ലെങ്കിൽ സെറ്റിന്റെ വിവിധ എക്സാംസിൽ വിജയികളായവരുടെ ലിസ്റ്റാണ്. ഇതെല്ലാം CCയോടൊപ്പം ചേർന്ന് സെറ്റ് മലയാളവും സെറ്റ് ഇംഗ്ലീഷും അങ്ങനെ എല്ലാ സബ്ജക്റ്റിന്റെയും എക്സാം ക്രാക്ക് ചെയ്തവരാണ്. അപ്പൊ ഇതിൽ ഒരാളായിട്ട് അടുത്തൊരു സെറ്റ് എക്സാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കും ഇതിൽ ഒരാളായിട്ട് മാറാൻ കഴിയും. അപ്പൊ അതിന് കൃത്യമായിട്ടൊന്ന് വേണം, സ്റ്റഡി പ്ലാൻ വേണം അല്ലെ. ആ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്താണ്, സെറ്റ് എങ്ങനെ ഒരു മാസം കൊണ്ട് പഠിക്കാം എന്നുള്ളത് മനസ്സിലാക്കണം അല്ലെ. ഒറ്റ മാസം മതി, ഒറ്റ മാസം ഇനി നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷെ ഈ ഒറ്റ മാസം മതി നമുക്ക് പഠിക്കാൻ. കാര്യം നമ്മൾ കഴിഞ്ഞ എക്സാം എഴുതി ഇനി അടുത്ത എക്സാമിന് അപ്ലൈ ചെയ്ത് അതിന് പഠിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുമാണ് ഭാഗ്യം കൊണ്ട് നമുക്ക് എക്സാം മാറിയത്. മഴ കൊണ്ടാണ്, ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയും കൂടിയായിരുന്നു അല്ലേ. കുറെ പേരുടെ വീട്ടിലൊക്കെ വെള്ളം കയറി. പക്ഷെ ഇതൊന്നും അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ എന്താണ്, സെറ്റ് എന്തായാലും മാറ്റി വെച്ചു. അപ്പൊ ഇത് ഇനിയും വൃത്തിയായിട്ട് എഴുതി പഠിച്ച് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിഷയം. അപ്പൊ അതിനായിട്ട് ഒരു മാസം കൊണ്ട് എങ്ങനെ സെറ്റ് മലയാളം പരീക്ഷ പഠിക്കാം. അപ്പൊ നമുക്കറിയാം, സെറ്റിന്റെ സിലബസിൽ 2 പേപ്പറുകൾ ഉണ്ട് അല്ലെ. ജനറൽ പേപ്പർ ഉണ്ട്, അതിൽ പൊതുവിജ്ഞാനം, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, 120 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്നതാണ്. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്കാണ്. അതുപോലെ നെഗറ്റീവ് മാർക്കുകൾ ഇല്ല. ജനറൽ പേപ്പറിന്റെ അവസ്ഥ ഇതാണ്. രണ്ടാമതായിട്ട് പേപ്പർ 2 ഇപ്പൊ മലയാളമാണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ മലയാളമാണ് നമ്മുടെ മെയിൻ പേപ്പർ ആയിട്ട് അവിടെ വരിക. 120 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉള്ളത്. ഇതിനും ശരി ഉത്തരത്തിന് 1 മാർക്കാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു എക്സാം പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതിനും പ്രാധാന്യമുണ്ട്. ആ എക്സാം പാറ്റേൺ മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൃത്യമായിട്ട് ഒരു പഠിത്തത്തെ ക്രമീകരിക്കാൻ പറ്റൂ. അപ്പൊ ഇവിടെ ജനറൽ പേപ്പർ എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പേപ്പർ മിനിമം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനറൽ പേപ്പർ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അപ്പൊ എന്ത് ചെയ്യണം, ജനറൽ പേപ്പറിനുള്ള ടൈം കൃത്യമായിട്ട് ഈ സബ്ജക്ട് പേപ്പറിന്റെ കൂടെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. അപ്പൊ CCയുടെ ജനറൽ പേപ്പർ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ജനറൽ പേപ്പർ എങ്ങനെ 30 ദിവസം കൊണ്ട് പഠിക്കാം എന്നുള്ളതിന്റെ ഒരു പ്ലാൻ ഓൾറെഡി ഷെയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുകൂടെ ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മലയാളത്തിന്റെ ഒപ്പം ജനറൽ പേപ്പറും പഠിച്ചു മുന്നോട്ട് പോകാം. അപ്പൊ നമ്മൾ മലയാളം സംബന്ധിച്ചിടത്തോളം വലിയൊരു സിലബസ് ആണ്. നമ്മൾ സിലബസിനെ കുറിച്ച് മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കൃത്യമായിട്ട്. അപ്പൊ ഇവിടെ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാനായിട്ട് 6 യൂണിറ്റുകളും 60 മോഡ്യൂളും, അതായത് ഓരോ യൂണിറ്റിലും 10 മോഡ്യൂൾ വെച്ച് ടോട്ടൽ 6 യൂണിറ്റിൽ 60 മോഡ്യൂൾ ആയിട്ടാണ് ഈ സിലബസ് വരുന്നത്. ഒന്നാമത്തേത് പദ്യം എന്നുള്ള ഭാഗം, രണ്ടാമത്തേത് ഗദ്യം എന്നുള്ള ഭാഗം, മൂന്നാമത്തേത് ദൃശ്യകലാ സാഹിത്യ പഠനം, 4 സംസ്കാര പഠനം, 5 സാഹിത്യ സിദ്ധാന്തങ്ങളും മലയാള വിമർശനവും, 6ാമത്തെ ഭാഗം ഭാഷാശാസ്ത്രം, ഭാഷാ ചരിത്രം, വ്യാകരണം അല്ലെ. അപ്പോൾ സെറ്റിൻ്റെത് ചെറിയ രീതിയിലാണ് സിലബസ് കാണുമ്പോൾ തോന്നിയെങ്കിലും ഓരോ യൂണിറ്റിലും അനേകം വലിയ ഭാഗങ്ങൾ കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് സിലബസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് 30 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ പഠിച്ചു തീർക്കാമെന്ന് നോക്കിയാലോ. നോക്കിയേ, ഇവിടെ ഞാനൊരു 30 ദിവസം ഉൾക്കൊള്ളിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നോട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം, ഈ വരുന്ന ഓഗസ്റ്റ് 19 മുതൽ അല്ലെ. ഇനി സമയമൊന്നും കളയാനില്ല. ഓഗസ്റ്റ് 19 മുതൽ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പൊ ഒന്ന് നോക്കിക്കേ, ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം.
ചിലർക്ക് പദ്യഭാഗം കുറച്ചുകൂടി എളുപ്പമായിരിക്കും പഠിക്കാൻ പറ്റും, ചിലർക്ക് ഗദ്യമായിരിക്കും എളുപ്പം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റും കോർ ഏരിയയും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ട് പഠിച്ചു തുടങ്ങുക അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ ഒരു 30 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ച് തരാം. ഇതിൽ എങ്ങനെയാണ് വരുന്നത്? ഓഗസ്റ്റ് 19 മുതൽ 22 വരെ. അപ്പൊ ഓഗസ്റ്റ് 19, 20, 21, 22 എന്നിങ്ങനെ 4 ദിവസം കിട്ടി. ഈ 4 ദിവസം കൊണ്ട് പദ്യത്തിന്റെ ഭാഗം നമുക്ക് തീർക്കാം, പദ്യം. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 23 മുതൽ 26 വരെ അവിടെയും നമുക്കൊരു 4 ദിവസം സമയമുണ്ട് ഗദ്യം എന്നുള്ള ഭാഗം തീർക്കാൻ പറ്റും. പിന്നെയോ 27 മുതൽ 29 വരെ, 27ഉം 28ഉം 29ഉം ഡേറ്റുകളിലായിട്ട് ദൃശ്യകലാസാഹിത്യം എന്നുള്ള ഭാഗം തീർക്കാം. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള സമയത്ത്, അതായത് നമുക്ക് 30ഉം 31ഉം 1ഉം ചേർന്ന് 3 ദിവസങ്ങൾക്ക് കിട്ടും. സംസ്കാര പഠനം തീർക്കാൻ ഏകദേശം നമുക്ക് പറ്റും അല്ലെ, 3 ദിവസം മതി. പിന്നിനി വരുന്നത് അടുത്തത് പൗരസ്ത്യവും പാശ്ചാത്യവും വിമർശനവും ഉള്ളൊരു യൂണിറ്റ് ആണ്. അവിടെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് തന്നെ പഠിക്കണം, വലിയ ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 2 മുതൽ 4 വരെ, അതായത് 2, 3, 4 എന്നിങ്ങനെയുള്ള 3 ദിവസങ്ങളിൽ നമുക്ക് പൗരസ്ത്യ കാവ്യ സിദ്ധാന്തം പരിചയപ്പെടാനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആക്കാൻ എടുക്കാം. പിന്നെ സെപ്റ്റംബർ 5 മുതൽ 7 വരെ, 5, 6, 7 ഡേറ്റുകളിൽ 3 ദിവസം പാശ്ചാത്യത്തിന് കൊടുക്കാം. പിന്നെയോ സെപ്റ്റംബർ 8 മുതൽ 10 വരെയുള്ള ഒരു 3 ദിവസം മലയാള സാഹിത്യ വിമർശനം നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. പിന്നെ സെപ്റ്റംബർ 11 മുതൽ 12 വരെ എന്ന് പറഞ്ഞാൽ 2 ദിവസം, 11ഉം 12ഉം കൊണ്ട് ഭാഷാശാസ്ത്രം. എപ്പോഴും പറയാറില്ല, അയ്യോ മിസ്സേ ഭാഷാശാസ്ത്രം ഭയങ്കര പാടാണെന്ന് ഒരുപാട് പേര് പറയും. പക്ഷെ നേരെ തിരിച്ചാണ്. ഒരു ലിമിറ്റഡ് ഏരിയയിലുള്ള കാര്യങ്ങൾ പഠിച്ച ഉറപ്പായും ഭാഷാശാസ്ത്രവും വ്യാകരണവും ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസം കൊടുത്താൽ മതി. അതും പരീക്ഷയോട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് പഠിക്കുന്നതായിരിക്കും ഓർമ്മയിൽ നിൽക്കാൻ എളുപ്പം. അപ്പോൾ സെപ്റ്റംബർ 11 മുതൽ 12 വരെ ഭാഷാശാസ്ത്രം, സെപ്റ്റംബർ 13 ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഭാഷാ ചരിത്രം തീർക്കാൻ പറ്റും, 13-ാം തീയതി. സെപ്റ്റംബർ 14 മുതൽ 16 വരെ വ്യാകരണത്തിന് കൊടുക്കാം. അപ്പൊ 14ഉം 15ഉം 16ഉം എന്നിങ്ങനെ 3 ദിവസങ്ങൾ നമുക്ക് വ്യാകരണം പഠിക്കാനായിട്ടും കിട്ടും അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ ഈ വ്യാകരണത്തിന്റെ ഭാഗത്ത് തന്നെ നമ്മൾ വൃത്തവും അലങ്കാരവും ഒക്കെ പരിചയപ്പെടണം. അപ്പൊ ആ ഭാഗങ്ങളോടെ ഒക്കെ ഒന്ന് കവർ ചെയ്ത് പോവുക. അപ്പൊ ഈ പറഞ്ഞൊരു പ്ലാൻ നമ്മൾ 16-ാം തീയതി, സെപ്റ്റംബർ 16-ാം തീയതിയോട് കൂടി എന്താവും, നമ്മൾ പഠിച്ചു തീരും. അപ്പൊ ലാസ്റ്റ് 3 ദിവസം 17, 18, 19 നമുക്ക് റിവിഷൻ ഉള്ള സമയമാണ്. അപ്പോൾ അതുകൂടെ റിവിഷനോടെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ സെറ്റ് എക്സാം എഴുതാൻ പോകാം. അപ്പോൾ ജനറൽ പേപ്പറിനൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതിലെന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി റൂമിലോ ടേബിളിലോ ഒക്കെ ഒന്ന് ഒട്ടിച്ചു വെച്ച് ഇത്ര ദിവസമേ ഉള്ളൂ എന്നുള്ളത് മുന്നിൽ കണ്ട് തന്നെ പഠിക്കുക. എത്ര ദിവസം ഉണ്ട്, എത്ര ദിവസം കുറഞ്ഞു പോകുന്നു എന്നുള്ളതൊക്കെ കണ്ട് തന്നെ പഠിക്കണം. കാര്യം 30 ദിവസത്തിനും 30 സിലബസിലുള്ള എല്ലാം തീർക്കാനുള്ള സമയമുള്ളൂ, കൂടുതലൊന്നുമില്ല. പിന്നെ റിവിഷനോടൊപ്പം തന്നെ എന്തുണ്ട്, PYQന്റെ അനാലിസിസ് ഉണ്ട് അല്ലെ. PYQ വേണം, അതിൻ്റെ ക്വസ്റ്റ്യനും ഓപ്ഷൻസും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ സെറ്റ് എക്സാമിന് വേണ്ടി പോവാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വരുന്ന മാറ്റിവെച്ചത് ഒരു ഭാഗ്യമായിട്ട് കരുതി ഈ വരുന്ന സെറ്റ് എക്സാം നമുക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾക്ക് വൃത്തിയായി തന്നെ സമാധാനപൂർവ്വം കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓണം പ്രമാണിച്ച് CCയിൽ എല്ലാ കോഴ്സുകൾക്കും ഓഫേഴ്സ് ഉണ്ട്. അപ്പം ഇത് പഠിക്കാൻ പറ്റിയൊരു സമയമാണ് അല്ലേ. നിങ്ങളുടെ ലക്ഷ്യം എന്തുമായിക്കൊള്ളട്ടെ, അതിന് CCയും നിങ്ങളുടെ ഒപ്പമുണ്ട്. ഈ ഓണം ഓഫറൂടെ പ്രയോജനപ്പെടുത്തി ഞങ്ങളുടെ കോഴ്സുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ വിവരങ്ങൾക്കുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി 30 ദിവസം കൊണ്ട് നമുക്ക് സെറ്റാക്കാം. അടുത്ത സെറ്റിലെ വിജയികളായിട്ട് വേണം നിങ്ങളെ ഞാൻ കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി. CC ഓണം, നല്ലോണം പഠിച്ചോണം.